ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു അരക്കപ്പോളം തേങ്ങ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചു കൊണ്ടുവരാവേ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 സവാള നീളത്തിൽ അരിഞ്ഞതെടുത്തതാണ്. അപ്പോൾ സവാള എൻ്റെ കയ്യിൽ ഒരു മീഡിയം സൈസൊക്കെ ആയതുകൊണ്ടാണ് ഞാനൊരു 3 ചേർക്കുന്നത്. തീരെ ചെറിയ പക്ഷേ അത്യാവശ്യം അത് ആകെപ്പാട് പ്രശ്നമാണല്ലോ. അത്യാവശ്യം വലിയ സവാളയാണെങ്കിൽ ഒരു 2 സവാള മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സാക്കി ഇതൊക്കെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം. ആ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണം കേട്ടോ. അപ്പോൾ ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്ന് അങ്ങ് വയറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒന്നും ആവില്ല, കുറച്ച് സമയം എടുത്ത് തന്നെ വയറ്റേണ്ടി വരും കേട്ടോ. എങ്കിലേ ഇത് നന്നായിട്ട് വയണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം ഇതവിടെ കിടന്ന് വയണ്ട് വരട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് കുറച്ച് ഐറ്റം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയിൽ വലുതായതുകൊണ്ട് ഞാനൊരു 6-7 എണ്ണം എടുത്തിട്ടുള്ളൂ. ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. ഇനി എരിവിന് ഒരു 3 പച്ചമുളകും ചേർത്ത് ഇതുപോലെ ഒന്ന് ക്രഷാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ പാകം പോരാ, കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ അത് മാത്രമാണ് കേട്ടോ ഒരു പ്രശ്നം. ഇതിങ്ങനെ വഴറ്റിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ അതാണ്ട് ഒന്നായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഒന്ന് മതിയാവും. ഇതിൽ കൂടുതലൊന്നും ഞാൻ വഴറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാകം വരെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളിവിടെ അരച്ച് വെച്ചേക്കുന്ന ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നവരെയും നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നോമ്പ് തുറക്കാൻ ഇനി കുറച്ച് സമയങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വളരെ വെപ്രാളത്തിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ നല്ല മഴക്കാറുണ്ട് വെളിയിൽ. അതുകൊണ്ട് വലിയ ലൈറ്റ് വെട്ടം ഒന്നുമില്ല കേട്ടോ. അപ്പം കണ്ടോ, ഇതൊന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് വലിയൊരു തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കുഞ്ഞതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുത്തോ കേട്ടോ. തക്കാളി അധികം ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളീൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി തക്കാളി നല്ല വെന്ത് കുഴഞ്ഞ് വരണം. ആ ഒരു പാകത്തിലെത്തുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് പെട്ടെന്ന് ആയിക്കോളും. തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് വരുന്ന പാകം എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇനി നമുക്ക് ഈ ഒരു സമയം വരെ തക്കാളി വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു കറിയിലേക്ക് മുളക് പൊടി ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ പോവും. അപ്പം നിങ്ങളൊരു ടേബിൾ സ്പൂണിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം മല്ലിപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.25 ടീസ്പൂണൊക്കെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം സാധാരണ ഗരം മസാല എടുത്താലും മതി. ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണല്ലോ എന്ന് പറഞ്ഞാണെങ്കിൽ ഇന്ന് പറയുന്നതെല്ലാം തെറ്റിപ്പോവുകയാണ്. അപ്പോൾ കണ്ടോ, പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കുറച്ച് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം.
ചിക്കൻ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. മസാലയായിട്ട് നല്ലപോലെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാൻ അതിൻ്റെ മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഒരു മണമുണ്ട്. പുറത്ത് നിൽക്കുന്നവർക്ക് വരെ നല്ലൊരു മണം അങ്ങോട്ട് കിട്ടും കേട്ടോ. ആ മല്ലിയിലേൻ്റെയൊക്കെ ഒരു മണം അങ്ങോട്ട് കിട്ടാൻ തുടങ്ങും. നല്ലൊരു മണമാണ് കേട്ടോ ഈ കറിക്ക്. അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. അപ്പോൾ അതാണ്ട് നല്ലപോലെ ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിനി ഇതങ്ങോട്ട് അടച്ച് വെക്കാം. ചിക്കനകത്ത് നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് ഇപ്പം വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇതങ്ങോട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ദാണ്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇറങ്ങി വരുമെന്ന്. വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പം ഈ വെള്ളത്തിൽ മാത്രം ഇത് വെന്ത് കിട്ടൂല. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിലേക്ക് പൊതുവെ ചൂടുവെള്ളം ഒഴിക്കണം എന്നൊക്കെയാണ് പലരും പറയാറ്. പക്ഷേങ്കിൽ എൻ്റെ കയ്യിൽ അന്നേരം ചൂടുവെള്ളം ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനൊരൽപ്പം സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഈ സമയം ചൂടുവെള്ളം തന്നെ ചേർത്താൽ മതി. ഇനി വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം. ടോട്ടൽ ഒരു 20 മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോഴേ അറിയാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് വെന്ത് കിട്ടുമ്പം ജസ്റ്റ് ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ഒരു പേസ്റ്റ് അരച്ച് വെച്ചില്ലായിരുന്നു, തേങ്ങയും മല്ലിയിലയും കൂടെ ചേർത്ത്, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കൂടെ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി അതും ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഇനി ചേർക്കുന്നില്ല, വളരെ കുറച്ച് മാത്രം വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. നല്ലൊരു കളറാണ് കേട്ടോ ഈ കറിക്ക്, ഒരു വെറൈറ്റി കളറാണ്. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി, നല്ലപോലെ മിക്സാക്കി ഇതൊന്ന് തിളച്ച് വരണം, അത്രേ ഉള്ളൂ. ഇനി അധിക സമയത്ത് വേവിക്കേണ്ട, ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കാൻ വേണ്ട, ജസ്റ്റ് ഒന്നങ്ങ് തിളച്ച് വന്നാൽ മതി. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് ആ എണ്ണയൊക്കെ തെളിഞ്ഞത് കണ്ടോ. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഞാനൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അതാണ്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇപ്പം തന്നെ. ഇരുട്ടി. ഇനി നോമ്പ് തുറക്കാൻ ഒരു 5 മിനിറ്റ് തികച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കണ്ടോ, റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെയും ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഈ ചിക്കൻ കറി ഇന്ന് കഴിക്കുന്നത് പാൽപ്പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ പാൽപ്പുട്ടിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നില്ല, പക്ഷേങ്കിൽ ഞാനൊരു ആഡംബരത്തിന് അങ്ങ് ഉണ്ടാക്കിയതാണ് ഈ ചിക്കൻ കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നോമ്പ് തുറക്കട്ടെ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.